അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞതോടുകൂടെയാണ് മഹാനായ നബിയുടെയും അവിടുത്തെ സഹാബിവര്യന്മാരുടെയും വയറുകളുടെ മടക്കുകൾ നിവർന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. മക്കായിലെ ജീവിതം മുഴുവനും ദുരിതപൂർണമായിരുന്നു. മദീനയിലെത്തിയിട്ടാണെങ്കിലോ ഈ 7 വർഷവും ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് ദാരിദ്ര്യം, ഒരു വരുമാനവുമില്ല, ആർക്കും കാര്യമായ ഒരു സമ്പാദ്യവുമില്ല. അൻസാരികളായ സഹാബിമാരിൽ ചിലർ സാമ്പത്തികമായി മെച്ചമുള്ളവരുണ്ട്. അവർ മഹാനായ നബിക്കും സഹാബിമാർക്കുമെല്ലാം എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ട് കഷ്ടിച്ച് ഞെങ്ങിയും ഞെരുങ്ങിയുമായിരുന്നു മഹാനായ നബിയുടെയും സഹാബിമാരുടെയും ജീവിതം. ഇതിൽ നിന്നൊരവസാനമുണ്ടായത് ഖൈബർ യുദ്ധം വിജയിച്ചതിന് ശേഷമാണ് എന്ന് സഹിയായ ഹദീസിൽ കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഈ യുദ്ധം വിജയിക്കുകയും ഒരുപാട് ഗനീമത്തുകൾ, കാരണം ഒരു ജനതയുടെ സെറ്റിൽമെൻറ്റാണ്, കോളനിയാണ്. ആ കോളനിയിലുള്ള എല്ലാം ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും മഹാനായ നബിയുടെയും അധീനതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കയ്യിൽ വന്നതോടുകൂടെ വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമകളായി മാറി മഹാനായ നബിയും തൻ്റെ സമൂഹവും. അതുകൊണ്ട് തന്നെ അത് മുതൽ പിന്നെ അൻസാരികൾ നൽകിയിരുന്ന സംഭാവനകൾ ഇനി വേണ്ട എന്ന് വെക്കുക വരെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ഏതാണ്ട് 16 പേരും അവരുടെ കുടുംബാംഗങ്ങളിൽ ഉള്ളവരും അവരെല്ലാവരും അബസീനിയയിൽ നിന്ന് മദീനയിൽ എത്തിച്ചേരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അംർ ഇബ്നു ഉമയ്യ അൽ-ലംരിയുടെ നേതൃത്വത്തിൽ നജാഷി രാജാവിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് കൊടുത്തയച്ചിരുന്നു. ആ കത്തിനോടൊപ്പം നബി തങ്ങൾ ഉന്നയിച്ച ഒരാവശ്യമായിരുന്നു അത്. എൻ്റെ അനുയായികളായി അബസീനിയയിൽ കഴിയുന്ന അവശേഷിക്കുന്ന ആൾക്കാർ അവരെ മദീനയിലേക്ക് പറഞ്ഞയക്കണമെന്ന്. ആ വാക്ക് നജാഷി രാജാവ് പാലിച്ചു. അങ്ങനെ അവർ 2 തോണികളിലായി മദീനയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അവരെത്തിച്ചേരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം വിജയിച്ച് നിൽക്കുന്ന സന്തോഷകരമായ അവസ്ഥയായിരുന്നു. നബി തന്നെ പറയുന്നുണ്ട്, ബി അയ്യിഹിമാ അഫ്റഹു, ഇതിൽ ഏതാലോചിച്ചാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്? ബിഫത്ഹി ഖൈബർ അംബി ഖുദൂമി ജാഫർ, ജാഫർ വന്നതിൻ്റെ പേരിലാണോ അല്ല ഖൈബർ വിജയിച്ചതിൻ്റെ പേരിലാണോ എന്ന് നബി പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായിരുന്നു ഖൈബർ. അത് വ്യതിരിക്തമാകുന്നത് 2 നിലക്കാണ്. ഒന്നാമത്തേത്, ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളെ ഇസ്ലാമിൻ്റെ സ്വന്തം മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ കഴിഞ്ഞു, ഒന്നത്. രണ്ടാമത്തേത്, ധാരാളം ഗനീമത്തുകൾ വന്നു ചേർന്നു. അത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായതാവട്ടെ ഹുദൈബിയ സന്ധിക്ക്, തുടർന്ന് ഖൈബറിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയ നല്ല മുഅ്മിനീങ്ങളായ സഹാബിവര്യന്മാർക്കുമായിരുന്നു. ഗനീമത്ത് സ്വത്തുകൾ സംഭരിക്കുമ്പോൾ ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ജൂത സ്ത്രീകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അടിമ സ്ത്രീകൾ, അവരിൽ ഒരു സ്ത്രീയെ എനിക്ക് തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, പോയി അവിടെ നിന്ന്
ഒരു ജൂത സ്ത്രീയെ കൂട്ടത്തിൽ നിന്ന് നിനക്ക് പറ്റിയ ഒരാളെ എടുത്തോളൂ. ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു പോയി. ദഹിയത്തുൽ കൽബിയുടെ കണ്ണിനും കൽബിനും പറ്റിയത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ, ഏറ്റവും യൗവന യുക്തയായ സഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ അവരെയായിരുന്നു. അവരെ ദഹിയത്തുൽ കൽബി സ്വന്തമാക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ഓടി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഈ സഫിയ എന്ന് പറയുന്ന ആള് സത്യത്തിൽ കിനാന ഇബ്ൻ അബിൽ ഹുഖൈഖിൻ്റെ ഭാര്യയായിരുന്നു. ഇബ്നു അബിൽ ഹുഖൈഖ് എന്ന് പറയുന്ന ആൾ, അയാളാണ് ഇപ്പോൾ അവരുടെ നേതാവ് നമ്മൾ പറഞ്ഞു. അയാളുടെ മകൻ്റെ ഭാര്യയായിരുന്നു സഫിയ. അവരുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മധുവിധുവിൻ്റെ മണം മാറുന്നതിൻ്റെ മുമ്പ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. അവർ ഏകാഗ്നിയായി. അപ്പോൾ ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള ഒരു സ്ത്രീയാണല്ലോ അവർ. അതുകൊണ്ട് അവരെ നമ്മുടെ കൂട്ടത്തിലെ ഒരു സാധാരണക്കാരന് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ എടുക്കുകയാണെങ്കിൽ അങ്ങ് തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാണ് സഫിയ ബീവിയെ ശ്രദ്ധിച്ചത്. നബി പിന്നെ അങ്ങനെ ചെയ്തു. ദഹിയത്തുൽ കൽബിക്ക് മറ്റൊരു സ്ത്രീയെ നൽകി. നേതാവിൻ്റെ മകളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വീകരിച്ചു. അവരെ സമീപിച്ചുകൊണ്ട് നബി പറഞ്ഞു, നിനക്ക് മുസ്ലിമായിക്കൂടെ, ഇസ്ലാമിലേക്ക് വന്നുകൂടെ? അവർക്ക് സമ്മതമായിരുന്നു. അവർ മുസ്ലിമത്തായി. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിക്ക് ചൊല്ലി മോചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ആ വിവാഹവും നടന്നു. തിരിച്ചു പോരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മദീനയിലേക്ക് പോരുന്ന വഴിയിൽ ഷദ്ദു സ്വഹ്ബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സഫിയ ബീവിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആദ്യമായി ഒന്നിച്ചു ചേർന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിക്ക് നൽകിയ മഹർ അവരുടെ എഴുത്തുക്ക് തന്നെയായിരുന്നു എന്നാണ് ചരിത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.